ഹേ ആൾ, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ വന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെറിയ ക്ലാസ് തൊട്ടേ മോഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ചു തുടങ്ങിയതാണല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റും തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോഷൻസ് കാണുന്നുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തെടുക്കാനാണെങ്കിൽ റൊട്ടേഷണൽ മോഷൻ, സർക്കുലാർ മോഷൻ, അങ്ങനെ ലീനിയർ മോഷൻ, റെക്ടിലീനിയർ മോഷൻ. പക്ഷേ ഈ മോഷൻസ് ഒക്കെ എന്താണ് നിങ്ങൾക്കറിയാം അല്ലേ, എന്താണ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ നമുക്ക് ഒരു ക്ലാരിറ്റി വരുത്താം. നമുക്ക് എങ്ങനെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണുക എന്താണ് മോഷൻ എന്ന് ഒരു ഐഡിയ വേണ്ടേ. എന്താണ് മോഷൻ? എന്താണ് മോഷൻ? നോർമലി മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? മോഷൻ എന്ന് പറയാൻ പറ്റും. വിത്ത് റെസ്പെക്ട് ടു ടൈമോ അല്ലെങ്കിൽ ഒരു റെഫറൻസ് പോയിന്റിനോ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ചെയ്തിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ മോഷൻ എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഡെഫിനീഷൻ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പോയിന്റ് എന്നുള്ളതൊക്കെ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പഠിക്കും. ഇപ്പം നമ്മൾ ടൈം നോക്കിയാൽ മതി. വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മോഷൻ. ഓക്കെ, അല്ല അപ്പോൾ റെസ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? നോക്കൂ, നമ്മുടെ വീടും അതുപോലെ ട്രീസും എല്ലാം റെസ്റ്റിലാണല്ലേ. എന്തുകൊണ്ടാണ് റെസ്റ്റ് എന്ന് പറയുന്നത്? അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അതേസമയം ടൈമിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്താൽ അതിനെ മോഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ മോഷൻ. എന്താണെന്നാണ് ട്രാൻസ്ലേഷണൽ മോഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ട്രാൻസ്ലേഷണൽ മോഷൻ? ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത് മിസ്സോടെ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ട്രാൻസ്ലേഷണൽ മോഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോഡി ആസ് എ ഹോൾ, അതിലെ എല്ലാ പോയിന്റ്സും, ഓക്കെ, ഒരു ബോഡി ആസ് എ ഹോൾ എല്ലാ പോയിന്റ്സും ഒരുമിച്ച് ഒരു ലൈനിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു കേർവ്ഡ് പാത്ത് കൂടിയോ ഒക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയാം. എന്താണ്? ആസ് എ ഹോൾ ഒരു ബോഡി ഒരു പാത്ത് കൂടെ അത് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ്ലി അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയാൻ പറ്റും. ഈ ട്രാൻസ്ലേഷണൽ മോഷനെ തന്നെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതൊക്കെയാ നോക്കൂ, റെക്ടിലീനിയർ മോഷനും അതുപോലെ തന്നെ എന്താണ് കർവിലീനിയർ മോഷനും. അപ്പോൾ എന്താണ് ഈ റെക്ടിലീനിയർ മോഷൻ? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ ട്രാൻസ്ലേഷണൽ മോഷനും റെക്ടിലീനിയർ മോഷനും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാ. ഇനി ക്ലിയർ അല്ലേ? ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി കേർവ്ഡ് പാത്ത് കൂടെയോ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈനിൽ കൂടെയോ ഒക്കെ മൂവ് ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയും. അതേസമയം സ്ട്രേറ്റ് ലൈനായിട്ട് മാത്രം മൂവ് ചെയ്യുന്നതിനെയാണ് റെക്ടിലീനിയർ മോഷൻ എന്ന് പറയാം. അപ്പോൾ ഈ റെക്ടിലീനിയർ മോഷൻ നോക്കൂ, എക്സാമ്പിൾ കൊടുക്കണുണ്ടോ? മാർച്ചിങ് ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് റെക്ടിലീനിയർ മോഷൻ ആണ്. അല്ലെങ്കിൽ വേണ്ട, ഏതൊരു വെഹിക്കിളും അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റും സ്ട്രേറ്റ് ലൈനിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? റെക്ടിലീനിയർ മോഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, കർവിലീനിയർ മോഷൻ എന്താണ് പറഞ്ഞത്? നമുക്കറിയാം, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ബോളൊക്കെ വെച്ചിട്ട് കളിക്കണതാണ് അല്ലേ. അപ്പോൾ ബോൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ത്രോ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കാലുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ജസ്റ്റ് തട്ടല്ലേ. അപ്പോൾ തട്ടുമ്പോഴും എന്താണ്, അതൊരു കേർവ്ഡ് പാത്ത് കൂടിയാണ് അല്ലേ. ഈ കോർണർ കിക്കൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അവിടെയൊക്കെ എന്താണ്ടാവുന്നത്? ഒരു കേർവ്ഡ് പാത്ത് കൂടിയാണ് അല്ലേ എന്ത് ചെയ്യുക, ബോൾ ട്രാവൽ ചെയ്യുക. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് കർവിലീനിയർ മോഷൻ എന്നുള്ളത്. അപ്പോൾ റെക്ടിലീനിയർ മോഷനും കർവിലീനിയർ മോഷനെയും ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷണൽ മോഷൻ. എന്തുകൊണ്ടാണ് ട്രാൻസ്ലേഷണൽ മോഷൻ? ആ ബോഡി ആസ് എ ഹോൾ എന്ത് ചെയ്യാണ്, ഒരു പാത്ത് ഫോളോ ചെയ്ത് മൂവ് ചെയ്യാണ്. സോ അതിനെ നമ്മൾ എന്ത് പറഞ്ഞു? ദാറ്റ് ഈസ് ദ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷണൽ മോഷൻ ആണ് അല്ലേ. എന്താണ് റൊട്ടേഷണൽ മോഷൻ? എല്ലാവർക്കും അറിയാം, റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റൊട്ടേഷണൽ മോഷൻ. നമുക്ക് ഫസ്റ്റ് തന്നെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് ഓർമ്മ വരുന്ന ഒരു ടോപ്പിക് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. എന്ത്? നമ്മുടെ എർത്ത് സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. ഔൺ ആക്സിസിൽ എന്ത് ചെയ്യും? എർത്ത് റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ പല പല ഒബ്ജക്ട്സും ഔൺ ആക്സിസിൽ, മനസ്സിലായോ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്വന്തം ആക്സിസിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് മിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് റൊട്ടേഷണൽ മോഷൻ എന്താണെന്നൊരു ക്ലാരിറ്റി വരും. ഇപ്പോൾ ഫാൻ കണ്ടോ? ഫാൻ അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ ആ ഒരു പ്ലേസിൽ തന്നെ നിന്ന് എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യുകയാണല്ലേ. അതുപോലെ നോക്കൂ, നമ്മുടെ ടോപ്പ് അല്ലെങ്കിൽ പമ്പരത്തിന് എന്താ പ്രത്യേകത? അതും അതിൻ്റെതായ ഒരു ഓൺ ആക്സിസ് ഉണ്ട്. ആ ആക്സിസിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എർത്ത് കണ്ടോ? എർത്തിനും എന്തുണ്ട്? ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. ആ ഓൺ ആക്സിസിൽ നിന്ന് എർത്ത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ റൊട്ടേഷണൽ മോഷൻ വളരെ സിമ്പിൾ അല്ലേ. പക്ഷെ ഞാൻ പറയട്ടെ, റൊട്ടേഷണൽ മോഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, സർക്കുലാർ മോഷൻ എന്താണെന്നറിയോ?
ഈ റൊട്ടേഷണൽ മോഷനും സർക്കുലാർ മോഷനുമാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരിക. എന്താണ് സർക്കുലാർ മോഷൻ? സർക്കുലാർ മോഷൻ എന്ന് പറയുമ്പോൾ നോക്കിയേ, കണ്ടോ, നമ്മുടെ എർത്ത് എന്ത് ചെയ്യാണ്, സണ്ണിന് ചുറ്റും എന്ത് ചെയ്യാണ്, റിവോൾവ് ചെയ്യാണ് അല്ലേ ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഒരു കുട്ടി ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു ബോളോ ഒരു എന്ത് ചെയ്യുക, ചരടിൽ കെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റുമിട്ട് കറക്കുകയാണ് അല്ലേ. അപ്പോഴും എന്താണ്, കണ്ടോ, ഒരു സർക്കിൾ ഫോം ചെയ്യുന്നില്ലേ, ഒരു സർക്കിൾ. അപ്പൊ ശ്രദ്ധിച്ചോ, അതായത് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ആക്സിസ് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അത് മൂവ് ചെയ്യുന്നത്, സർക്കുലേറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പൊ കണ്ടോ, ഇതിലത്തെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, സണ്ണാണ്. പക്ഷെ മൂവ് ചെയ്യുന്നത് ആരാണ്, എർത്ത് ആണല്ലേ. അതുപോലെ ഇവിടെ കണ്ടോ, ഈ കുട്ടിയാണ് എന്ത്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പക്ഷെ മൂവ് ചെയ്യുന്ന ആളാരാണ്, ബോൾ ആണല്ലേ. അതായത് ഒബ്ജക്റ്റിന് പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ആരെന്ത് ചെയ്യാണ്, നമ്മുടെ എർത്ത് ആണെങ്കിലും ബോൾ ആണെങ്കിലും മൂവ് ചെയ്യാണ്. റൊട്ടേഷൻ്റെ കേസിൽ എന്തായിരുന്നു, നമ്മൾ തന്നെയായിരുന്നു എന്ത്, നമ്മുടെ ബോഡിയുടെ ഉള്ളിലത്തെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്തത്, റൊട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ സർക്കുലാർ മോഷനിൽ എന്താ പ്രത്യേകത, നമ്മുടെ ബോഡിയുടെ പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ മൂവ് ചെയ്യാണ് അല്ലേ. അങ്ങനെ ഒരു സർക്കിളിൻ്റെ ഒരു സർക്കംഫറൻസ് കൂടെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സർക്കുലാർ മോഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി എന്താ, ഇനി നമുക്ക് ഇതുപോലെ കൺഫ്യൂഷൻ വരുന്ന ഒരാളാണ് ഇത്. ഇപ്പം ഞാൻ മിസ് പേര് എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് ഇതൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ, ഇത് എന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആണ് എന്നുള്ളത്? എന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആണ്? യെസ്, ഓസിലേറ്ററി മോഷൻ ആണല്ലേ. അതായത് നമുക്ക് പെൻഡുലം കാണുമ്പോൾ അപ്പോൾ ഓർമ്മ വരുന്നതാണ് ഓസിലേഷൻ. നിങ്ങൾ ഇനി ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുറേ പഠിക്കും എന്താണ് ഓസിലേഷൻ, അല്ലെങ്കിൽ കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ നോക്കൂ, ഈ പെൻഡുലത്തിൻ്റെ സിമിലർ കൈൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നോക്കൂ ഈ ക്ലോക്ക്. ക്ലോക്കിൽ എന്തുണ്ട്, പെൻഡുലം ഉണ്ട് അല്ലേ. പെൻഡുലം എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അതുപോലെ തന്നെ നോക്കൂ നമ്മുടെ സ്വിങ്, ഒരു കുട്ടി ഊഞ്ഞാലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണല്ലേ. അവിടെയും എന്താണ് ഉണ്ടാകുന്നത്, അവിടെയും ഉണ്ടാകുന്നത് എന്താണ്, ദാറ്റ് ഈസ് എന്താണ്, ഓസിലേറ്ററി മോഷൻ ആണല്ലേ. അപ്പോൾ എന്താണ് ഓസിലേറ്ററി മോഷൻ? ഒന്നുമില്ല, ഒരു ഫിക്സഡ് പൊസിഷന് എബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. എന്താണ് ടു ആൻഡ് ഫ്രോ മോഷൻ? ഓക്കെ, എബൌട്ട് എ സെൻട്രൽ പോയിന്റ്. ഇത് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ടു ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് എ സെൻട്രൽ പോയിന്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഓസിലേറ്ററി മോഷൻ ക്ലിയർ ആയില്ലേ? ഒരു സെൻട്രൽ പോയിന്റിന് എബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ എന്ത് പറയുക, ദാറ്റ് ഈസ് ദി ഓസിലേറ്ററി മോഷൻ. ഇനി അപ്പം നമ്മൾ സർക്കുലാറും റൊട്ടേഷണലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുപോലെ റെക്ടിലീനിയറും അതുപോലെ തന്നെ വേറെ എന്താ, ഫസ്റ്റ് പഠിച്ച ട്രാൻസ്ലേഷണലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കൺഫ്യൂഷൻ വരുന്ന, ഇതിൻ്റെ ഒപ്പം കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് എന്ത്, ഇത് ദാറ്റ് ഈസ് ദി പീരിയോഡിക് മോഷൻ. മനസ്സിലായോ? ഓസിലേറ്ററി മോഷനും പീരിയോഡിക് മോഷനാണ് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരിക, എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു ടു ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് എ സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ സെൻട്രൽ ആക്സിസ് ആണ് എന്താണ് നമ്മുടെ ഓസിലേറ്ററി മോഷൻ. പക്ഷേ പീരിയോഡിക് മോഷൻ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത എന്താ നോക്കിയേ, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷൻസ് ആണ്. നോക്കിയേ, ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കൂ. ഈ പെൻഡുലം, ക്ലോക്കിന്റെ പെൻഡുലം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സണ്ണ് നോക്കിയേ, സണ്ണും എന്താണ് നമ്മുടെ എർത്തും ആണല്ലേ. ഇതൊരു റൊട്ടേഷണൽ മോഷൻ ആണോ അതോ സർക്കുലാർ മോഷൻ ആണോ? സർക്കുലാർ മോഷൻ ആയിരുന്നു, പക്ഷെ അതെന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മോഷൻ ആണല്ലേ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ സ്വിങ്ങിലിരുന്ന് നമ്മൾ ആടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ്, ഇൻ എ സ്പെസിഫിക് ഇൻ്റർവെൽ ഓഫ് ടൈം. ദാറ്റ് ഈസ് ഒരു മോഷൻ ഒരു സ്പെസിഫിക് ഇൻ്റർവെൽ ഓഫ് ടൈമിന് ശേഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താണ്, പീരിയോഡിക് മോഷൻ. ഓക്കെ, അപ്പോൾ ഈ പീരിയോഡിക് മോഷനിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടില്ലേ, നോക്കിയേ, സർക്കുലാർ മോഷൻ വരുന്നുണ്ട്, ഓസിലേറ്ററി മോഷൻ വരുന്നുണ്ട്. കണ്ടോ ഈ ഓസിലേറ്ററി മോഷൻ. അപ്പോൾ ഇതൊക്കെ കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ എന്ത് പറയുക, പീരിയോഡിക് മോഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൽ നിന്നൊരു ഹിൻറ്റ് പറയട്ടെ. അതായത് നമ്മൾ ഓസിലേറ്ററി മോഷൻ കണ്ടോ, ഇതൊക്കെ ഓസിലേറ്ററി മോഷൻ ആണല്ലേ. 1 and 3 എന്നാണ് ഓസിലേറ്ററി മോഷൻ ആണ്. ഈ ഓസിലേറ്ററി മോഷൻ, എല്ലാ ഓസിലേറ്ററി മോഷൻസും എന്താണ്, പീരിയോഡിക് ആണ്. പക്ഷേ എല്ലാ പീരിയോഡിക് മോഷൻസും എന്താണ്, ഓസിലേറ്ററി അല്ല. ഈ ഒരു പോയിന്റ് ആണ് നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടത്. അത് ഈ ഫിഗറിന് ക്ലിയർ ആണല്ലേ. എന്താണ്, അപ്പോൾ ഇതിൽ നോക്കിയേ, ഈ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് എന്തായാലും എന്തല്ല, ഓസിലേറ്ററി മോഷൻ അല്ല. അപ്പോൾ ഇത് പക്ഷെ എന്താണ്, പീരിയോഡിക് മോഷൻ ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്, ഓൾ ഓസിലേറ്ററി മോഷൻസ് ആർ പീരിയോഡിക് ബട്ട് എന്താണ്,
പിന്നെ താഴെ എഴുതാം കേട്ടോ. ബട്ട് ഓൾ പീരിയോഡിക് മോഷൻസ് ആർ നോട്ട് ഓസിലേറ്ററി. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്? ദാറ്റ് ഈസ് ഓൾ ഓസിലേറ്ററി മോഷൻസ് ആർ പീരിയോഡിക് ബട്ട് നോട്ട് ഓൾ പീരിയോഡിക് മോഷൻ ഡസ് നോട്ട് ഓസിലേറ്ററി. മനസ്സിലായോ? അതായത് എല്ലാ പീരിയോഡിക് മോഷൻസും നമുക്ക് ഓസിലേറ്ററി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. അതായത് റണ്ണിങ് റേസിലുള്ള അത്ലറ്റിന്റെ ഹാൻഡ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് മോഷനിലാണെന്നുള്ളത്. ഓക്കെ, ഹാൻഡ്സ് ഓഫ് ആൻ അത്ലറ്റ് ഇൻ എ റണ്ണിങ് റേസ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ മോഷൻ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ എന്താണെന്നൊരു ക്ലാരിറ്റി വന്നില്ലേ? അപ്പോൾ താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.